ഈ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊരു കൊച്ചു ടാങ്കാണ്. അതിനകത്ത് ഗപ്പിയും താമരയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ താമരയുടെ മുട്ട ഇങ്ങനെ വിടർന്ന് വരും, പിന്നെ അങ്ങ് പോകും. പിന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തപ്പിളിക്കാൻ മരത്തും പേറാപ്പിൾ മരമുണ്ട്. പക്ഷേ അതിനകത്ത് 2 കിളികൾ 2 സൈഡിലായിട്ട് കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് വിഷറ് കയറുന്ന കാരണം ഒരു കൂടിനകത്ത് മുട്ടയുണ്ടായിരുന്നു. വിഷറ് കയറുന്ന കാരണം അത് പിന്നെ വന്നിരുന്നിട്ടുമില്ല, ആ മുട്ടയും കണ്ടിട്ടില്ല. ഞാൻ വിചാരിച്ചു അത് വിരിയുമെന്ന്. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയൊക്കെ ഇരുന്നതാണ്. പക്ഷേ ഇപ്പം മുട്ട പോലുമില്ല. കാരണം വിഷറ് കയറി അത് ഫുള്ളും തിന്നുന്നത് കൊണ്ട് അതുങ്ങൾ വന്ന് അതിനകത്ത് ഇരിക്കത്തില്ല. പിന്നെ അതെല്ലാം അങ്ങ് പോയി. പിന്നെ കൂട് മാത്രമേ അവിടെ ഉള്ളൂ. പിന്നെ ഓണമൊക്കെ ആകുമ്പം പൊതുവെ എല്ലാവരും വൃത്തിയാക്കുമല്ലോ. പിന്നെ ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതി. പക്ഷെ ഞാൻ മാത്രമല്ല, എൻ്റെ കുറേ അംഗങ്ങളൊക്കെ ഉണ്ട്. കാരണം എൻ്റെ ആരോഗ്യത്തിന് ഇത് വൃത്തിയാക്കലൊന്നും പറ്റത്തില്ല. കാരണം എന്നെക്കൊണ്ട് പറ്റുന്ന ചെറിയ സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യും. അല്ലാതെ വലിയതൊന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ആരോഗ്യം എന്നെക്കൊണ്ട് ചെയ്യാൻ അനുവദിക്കത്തില്ലെന്ന് മാത്രം. കാരണം എനിക്കതിനുള്ള ആരോഗ്യമൊന്നുമില്ല. പിന്നെ ഇതൊക്കെ ഞാനൊന്ന് വലിച്ചു നോക്കിയതാണ്. ഞാൻ വലിച്ചിട്ട് പോകുന്നില്ല. ഞാനപ്പോൾ അതൊക്കെ ഇട്ടിട്ട് കൈ മാറി മറ്റൊരാൾക്ക്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്തേ. പിന്നെ ആ ജോലികളൊന്നും അവിടെ ആർക്കും ചെയ്യാൻ പറ്റിയില്ല. കാരണം വൃത്തിയാക്കലും നടന്നില്ല, ഒന്നും നടന്നില്ല. ഓണം വരുമ്പം പൊതുവെ എല്ലാവരും വൃത്തിയാക്കുമല്ലോ, മുറ്റമായാലും എവിടെ ആയാലും. ഓണം എന്നല്ല, എല്ലാ സമയത്തും എല്ലാവരും മുറ്റമൊക്കെ വൃത്തിയാക്കാറുണ്ട്. പക്ഷെ ഓണം വരുമ്പം പ്രത്യേകിച്ച് എല്ലാവരും ഒരു വൃത്തിയാക്കലൊക്കെ ഉണ്ട്. എല്ലായിടവും വെളുത്ത് കിടക്കുന്ന കാണാം, എല്ലാവരുടെയും പരിസരമൊക്കെ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ചേന ഉണ്ടായിരുന്നു, അത് പുഴുങ്ങി കഴിഞ്ഞിട്ട് പിന്നെ തന്നെ ഈ ഫ്രൂട്ട് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. കുറേ നാളിന് മുന്നെയാണ് കഴിച്ചത്, പിന്നെ ഇതുവരെയും കഴിച്ചിട്ടില്ല. ഈ ഇടയ്ക്ക് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അത് മാത്രമല്ല ദാഹം മാറുന്ന പോലെ ഇരിക്കും. പിന്നെ ഇത് ഞാൻ മാക്സിൽ പോയ ഒരു വീഡിയോ ആണ് ഇതിനകത്ത് ഞാൻ കാണിച്ചേക്കുന്നത്. കാരണം ഈ മാക്സിൽ പോയത് ഓഫറുള്ള സമയത്ത് എടുത്തൊരു വീഡിയോ ക്ലിപ്പാണ്. ഞാൻ പിന്നെ ഇതിൻ്റെ കൂടെ ഇത് കിടന്നപ്പോൾ ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടി, നമ്മൾ ഓണത്തിന് 2 മാസം മുന്നേ 1 മാസം മുന്നേ ഒക്കെ ഇവർ ഓഫർ ഇടുന്ന സമയത്ത് നിങ്ങൾ പോയി മാക്സിമം എടുക്കാൻ ശ്രമിക്കണം, ഡ്രസ്സുകളായാലും എന്തായാലും. കാരണം 99 രൂപ മുതൽ 199, 200 ഒക്കെ ടീഷർട്ടും ടോപ്പുകളൊക്കെ ഉണ്ട്. സാധാരണ ഞാൻ ഇവിടുന്ന് പോയി എടുക്കുന്ന ഒരു 700, 800 ഒക്കെ ടോപ്പിന് അവർ 200 വരെയൊക്കെ 199 വരെയൊക്കെയാണ് ഇട്ടേക്കുന്നത് ഓഫർ വന്ന സമയത്ത്. കാരണം സെയിം ക്വാളിറ്റി തന്നെ, നല്ല ക്വാളിറ്റി ഡ്രസ്സാണ് മാക്സിൽ. എനിക്ക് ഒരിക്കലും, ഞാൻ ഇത്രയും നാളെടുത്തത് വെച്ചിട്ട് എനിക്ക് ഒരിക്കലും അവിടുത്തെ ഡ്രസ്സിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സാണ്. കാരണം മാക്സിമം ഓഫറുള്ള സമയത്ത് പോകാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ടീഷർട്ടായാലും എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ടീഷർട്ട് നല്ല ഇതിൽ കിട്ടും. 99 രൂപ ഒക്കെ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ 299 ടീഷർട്ടിനൊക്കെ ഈ സെയിം ടീഷർട്ടായാലും ഇതിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളതും 100 രൂപ മുതലുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.